ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ അംഗനവാടി വരെ പോവുകയാണ്. കാരണം അമ്മയ്ക്കും ഒട്ടും വയ്യാത്തത് കൊണ്ട് അമ്മ ചോദിച്ചു അംഗനവാടി വരെ പോകുമോ, ഒരു റിപ്പോർട്ട് കൊടുക്കാനുണ്ട് ടീച്ചറുടെ കയ്യിലെന്ന്. അങ്ങനെ നമ്മൾ രണ്ടുപേരും പോകുന്നുള്ളതാണ്. നമ്മളാണെങ്കിൽ ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പോകുന്നുള്ളത്. അപ്പോൾ ഇവിടെ ഇതാ കുട്ടികളൊക്കെ ഉണ്ട്, ഫുഡ് കഴിക്കുന്നുള്ളതാണ്. അപ്പം അജു ഉണ്ട്, ഫാത്തിമേൻ്റെ അനിയന്. കിയാരയ്ക്കും അവർ ഫുഡ് തന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു അംഗനവാടി എനിക്ക് മുമ്പേ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. കാരണം നല്ലൊരു സ്പേസൊക്കെ ആയിട്ട് നല്ല രസമാണ്. കുട്ടികൾക്ക് കളിക്കാനുള്ള വേറെ തന്നെ ഒരു സ്പേസാണിത്. അതവിടെ കുറേ കളിക്കുന്ന സാധനങ്ങളും ഉണ്ട്. കിയാരാണെങ്കിൽ അതും പിടിച്ച് നിൽക്കുന്നുള്ളതാണ്. ഓരോ സാധനങ്ങളും ഇങ്ങനെ പെറുക്കി എടുക്കുന്നുണ്ട്. ആ ഫുഡ് കിയാര നേരെ കഴിച്ചിട്ടൊന്നുമില്ല, ഞാൻ ഇവക്ക് കൊടുക്കുന്നുണ്ടായതായിരുന്നു. അപ്പോൾ ഫാത്തിമേൻ്റെ അവരൊക്കെ ഉണ്ട്. ഫാത്തിമേൻ്റെ അനിയത്തിയാണ് അത്. മറ്റേ ഫാത്തിമ സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ നാഷണൽ ആന്തം പറയാൻ വേണ്ടിയിട്ട് എല്ലാവരെയും ഇങ്ങനെ നിർത്തുന്നുള്ളതാണ്, കുട്ടികളെ ഓരോന്നിനെയും. ഇത് ഫാത്തിമേൻ്റെ ബ്രദറാണ്. പിന്നെ ഇത് ഇപ്പം അടുത്തുള്ള ഒരു കുട്ടി തന്നെയാണ്. അവർ രണ്ടുപേരും ഫൈറ്റ് ആയിരുന്നു. ജനഗണമന കിയാരെ കണ്ടോ, മിണ്ടാതെ നിന്നിട്ട് നോക്കുന്നുണ്ട്. പിന്നെ എൻ്റെ ഫോണ് ഫാത്തിമേൻ്റെ ബ്രദറിൻ്റെ കയ്യിലായിരുന്നു. അവനാണെങ്കിൽ കുറേ പൂവിൻ്റെ വീഡിയോസും കുറേ ഫോട്ടോസും എല്ലാവരുടെയും ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്കൊക്കെ ഡിലീറ്റ് ചെയ്യാനായിരുന്നു പണി. ഇവളുടെ വെയിറ്റ് ഒന്ന് നോക്കണം എന്ന് എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ടീച്ചറും പറഞ്ഞിട്ടുണ്ടായിരുന്നു വെയിറ്റ് നോക്കിയിട്ട് പോവാം. ഈ ഒരു മെഷീനിലാണ് വെയിറ്റ് നോക്കുന്നത്. 50 കേട്ടാ. ഹൈറ്റ് നോക്കാൻ വേണ്ടിയിട്ട് നിർത്തിയതാണ്. പക്ഷെ ഇവളാണെങ്കിൽ നേരെ നിൽക്കുന്നൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇതിൽ കറക്റ്റായിട്ട് മെഷർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഈ ഒരു സംഭവം ഹൈറ്റ് നോക്കാനുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ ഹൈറ്റ് 74 ഉള്ളത്. ഹൈറ്റ് പൊതുവേ ഇവക്ക് കുറച്ച് കുറവാണെന്നാണ് എനിക്ക് തോന്നാറ്. അപ്പോൾ അറിയില്ല എന്താന്ന്. പിന്നെ നമ്മൾ തിരിച്ച് നേരെ വീട്ടിലേക്ക് വന്നതാണ്. കാരണം എനിക്ക് ഒട്ടും വയ്യായിരുന്നു എവിടെയും പോകാൻ. അല്ലെങ്കിൽ ഫാത്തിമേൻ്റെ അവിടെ പോവുമായിരുന്നു. പക്ഷെ നമ്മൾ നേരെ വീട്ടിലോട്ടാണ് വന്നത്. ബട്ടർഫ്ലൈ കൊടുത്തു. ഫാത്തിമേൻ്റെ അവരും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ചക്കിയും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചക്കീൻ്റെ അടുത്തോട്ട് തന്നെ പോവുകയാണ് കിയാര. ചക്കിക്കാണെങ്കിൽ എന്തോ വിഷമം ഉള്ളതുപോലെ ഉണ്ട് കാണാൻ. അപ്പം ഭയങ്കര പാവമാണ്. അതുകൊണ്ടാണ് ഫാത്തിമേൻ്റെ അവരൊക്കെ പേടിക്കാതെ അവിടെ തന്നെ നിൽക്കുന്നത്. ചക്കി ഒന്നും ചെയ്യില്ല എന്നുള്ള ഉറപ്പ് അവർക്കുണ്ട്. പിന്നെ ചക്കിക്ക് ബിസ്ക്കറ്റ് കൊടുക്കുന്നുള്ളതാണ്. അപ്പോൾ നമ്മളും കഴിക്കുന്നുണ്ടായിരുന്നു ബിസ്ക്കറ്റ്. അപ്പോൾ ചക്കിക്കാണെങ്കിൽ അപ്പവും അങ്ങനത്തെ ഒന്നും വേണ്ട, ബിസ്ക്കറ്റൊക്കെ കഴിക്കും ആൾ. പിന്നെ ഇവളിതാ ഫാത്തിമ വരുന്നത് നോക്കി നിൽക്കുന്നുണ്ടായതായിരുന്നു. കാരണം ഫാത്തിമക്ക് മെഹന്തി ഇടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആളുടെ ഉമ്മ. നാളെ ഡാൻസ് പരിപാടി ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് മെഹന്തി ഇടാൻ പോകുന്നതാണ്. ഞാനിവിടെ മെഹന്തി ഇടുന്ന സമയത്ത് ഇവിടെ ഒരാളിതാ എവിടെയോ എത്തിയിട്ടുണ്ടായിരുന്നു. കാരണം ഇവളിങ്ങനെ തന്നെയാണ്, ഫുള്ള് പോവും. എവിടേക്കാന്നൊന്നും അറിയില്ല, നേരെ പോക്ക് തന്നെയാണിതാ പോകുന്നത് കണ്ട. Kiara, 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 Kiara. മെഹന്തി ഇട്ടിട്ടതാ കഴിയാറായി. അപ്പോൾ ഇന്നൊരു ഇന്ത്യൻ സ്റ്റൈലായിരുന്നു അവൾക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണം. പിന്നെ ട്യൂബിന് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു.
അതൊക്കെ കഴിഞ്ഞ് അമ്മ ഇവളുടെ കയ്യിൽ ദോശ കൊടുത്തതാണ്. അതും പിടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഒന്നിച്ച് തന്നെ അവൾക്ക് ദോശ, രാഗിയുടെ ദോശയും പിന്നെ അരിയുടെ ദോശ ഉണ്ടായിരുന്നു. പിന്നെ കടലയും കൊടുത്തതായിരുന്നു. പിന്നെ ഞാൻ ഈ ഒരു ബിസ്ക്കറ്റ് കഴിക്കുന്നുണ്ടായതായിരുന്നു, വീറ്റാ മാരി ഗോൾഡ്. അപ്പോൾ ഈ ബിസ്ക്കറ്റ് എനിക്ക് ഇഷ്ടമാണ്. അപ്പോൾ ഇത് എപ്പോഴേലും ആണ് കഴിക്കാറ്, ഡെയിലി ഒന്നും കഴിക്കാറില്ല. അപ്പോൾ അമ്മ കൊണ്ടുവന്ന പാക്കറ്റ് ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഒന്നിച്ച് ബൂസ്റ്റ് ആക്കി കുടിക്കുന്നുള്ളതാണ്. അപ്പോൾ ഇവളുടെ മൂഡ് അത്ര ശരിയില്ല. അവിടെ ഇരിക്ക് ഇരിക്കടാ, കൈ എടുക്ക. അയ്യോ അയ്യോ എന്നെ തയ്ക്കണ്ട അമ്മ. അപ്പോൾ എനിക്ക് കിട്ടേണ്ടത് കിട്ടി. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.